കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ദിവസത്തിൽ നിങ്ങളോടൊപ്പമായിരിക്കും വളരെയധികം സന്തോഷിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. ഒരല്പസമയം കർത്താവിൻ്റെ വചനത്തിൽ ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. അതിനായി മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരുടെ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. Matthew chapter 14 verses 14. When he went ashore, he saw a large crowd and felt compassion for them and healed their sick. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, അങ്ങയോടെ വാഴ്ത്തി സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യും. മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം. കർത്താവേ, വചനം കേൾക്കുന്ന എൻ്റെ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ അവസ്ഥകൾ ദൈവം മാറ്റി നൽകണം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് ഈ ലോകം മുഴുവനും വിഷമങ്ങൾ കൊണ്ടും വൈഷമ്യങ്ങൾ കൊണ്ടും വേദനകൾ കൊണ്ടും സമാധാനമില്ലാതെയും സന്തോഷമില്ലാതെയും മനുഷ്യൻ തകർന്നൊരവസ്ഥയിൽ കാണപ്പെടുകയാണ്. എങ്കിൽ ഇന്ന് ദിവസം ഞാൻ നിങ്ങളോട് പറയട്ടെ, പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ ഒരു യേശുക്രിസ്തു, ഒരു ദൈവം നമുക്കുണ്ട്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെയാകട്ടെ, സാഹചര്യങ്ങൾ ഏത് തന്നെയാകട്ടെ, ഏത് പ്രതിസന്ധികളെയും മറികടക്കുവാനുള്ള ദൈവിക ശക്തി നൽകുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും. ഇവിടെ വായിച്ചു കേട്ടതായ വചനം മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമാണ്. യേശുക്രിസ്തു തൻ്റെ 3.5 വർഷത്തെ സുവിശേഷ വേറിട്ട പ്രവർത്തനങ്ങളിൽ അദ്ദേഹം കടന്നുപോയ സാഹചര്യങ്ങളിലൊക്കെയും സ്ഥലങ്ങളിലൊക്കെയും അനേക ആൾക്കാർ യേശുവിൻ്റെ വചനം കേൾക്കുവാനും സൗഖ്യം പ്രാപിക്കാനും കടന്നു വന്നു. അപ്പോൾ അവിടെ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, യേശു അവരെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗങ്ങളെ സൗഖ്യമാക്കി. നമ്മൾ സഹായിക്കുന്നവരും നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നവരൊക്കെയും നമുക്ക് സഹായങ്ങൾ നൽകാതെ നമ്മളിൽ നിന്ന് അകന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് സഹായമായി കടന്നു വരുന്ന ഒരു ദൈവം യേശുക്രിസ്തു മാത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഏത് പ്രയാസങ്ങളിൽ നിങ്ങളായിരിക്കാം, ഏത് ബുദ്ധിമുട്ടുകളിൽ നിങ്ങൾ ആയിരിക്കാം, ഇന്ന് പകൽക്കാലം ഞാൻ പറയുന്നു, നിങ്ങളുടെ വൈഷമ്യങ്ങളെ മാറ്റുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് കഴിയും. യേശുവിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക. യേശുവിൽ നിങ്ങളുടെ ഹൃദയത്തെ സമർപ്പിച്ചു കൊടുക്കുക. യേശുവേ, എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന് പറയുക. നിങ്ങളുടെ പ്രതികൂലമായ സാഹചര്യങ്ങളെ മാറ്റുവാൻ യേശുക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ ദുഃഖങ്ങളെ മാറ്റുവാൻ യേശുക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ വിഷമങ്ങളെ മാറ്റുവാൻ യേശുക്രിസ്തുവിന് കഴിയും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിനോട് പറയുക. നിങ്ങളുടെ വീട്ടിലെല്ലാവരും ഒറ്റപ്പെടുത്തിയേക്കാം, നിങ്ങളുടെ വീട്ടുകാരെല്ലാവരും നിങ്ങളെ തള്ളി പറഞ്ഞേക്കാം, എല്ലാവരും നിങ്ങളെ മറന്നേക്കാം, നിങ്ങളെ സഹായിച്ചവർ പോലും നിങ്ങളെ വീട്ടിൽ കടന്നു പോയെന്ന് വയ്ക്കാം. പക്ഷേ ഇന്ന് പകൽക്കാലം പറയുകയാണ്, പുരുഷാരത്തെ കണ്ട് മനസ്സറിഞ്ഞ ദൈവം നിങ്ങളെയും കണ്ട് മനസ്സറിയും. കടഭാരങ്ങൾ കൊണ്ട് നിറയുകയാണോ? ശാരീരിക ബലഹീനത കൊണ്ട് നിറഞ്ഞിരിക്കുകയാണോ? വൈഷമ്യങ്ങൾ കൊണ്ട് കുടുംബത്തിൻ്റെ അവസ്ഥ നിറഞ്ഞിരിക്കുകയാണോ? ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണോ? രോഗം നിങ്ങളെ വല്ലാതെ അലട്ടുകയാണോ? പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ ബാധിക്കുകയാണോ? എന്ന് തന്നെ ആയിക്കോട്ടെ, ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. അന്ന് ആ ദിവസത്തിൽ യേശു എങ്ങനെയാണോ പുരുഷാരത്തെ കണ്ട് മനസ്സലിഞ്ഞ് അവിടെ രോഗങ്ങളെ സൗഖ്യമാക്കിയത്, ഇന്നും ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്: നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. യേശുവിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമെന്ന് പറയുക. നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ യേശുവിന് കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിലേക്ക് നിങ്ങളെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. യേശുവെ, എൻ്റെ പ്രശ്നങ്ങളെ മാറ്റുവാൻ കഴിയും, എൻ്റെ അവസ്ഥകളെ മാറ്റുവാൻ കഴിയും. ആത്മഹത്യ ഒന്നും പരിഹാരമല്ല. പ്രശ്നങ്ങൾ ഏത് തന്നെ ആകട്ടെ, യേശുവിനോട് പറയുക. എല്ലാവരും കൈവിട്ടാലും യേശു പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല എന്ന് യേശു പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 36-ാമത്തെ വാക്യത്തിലും ഈ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും പറഞ്ഞിരിക്കുകയാണ്. നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 36-ാമത്തെ വാക്യം. അവൻ പുരുഷാരത്തെ ഇടയനില്ലാത്ത ആടുകളെ പോലെ കുഴഞ്ഞവരും ചിന്നിയവരുമായി കണ്ടിട്ട് അവരെക്കുറിച്ച് മനസ്സലിഞ്ഞ് തന്റെ ശിഷ്യന്മാരോട്, കൊയ്ത്ത് വളരെ ഉണ്ട്, സത്യം, വേലക്കാരോ ചുരുക്കം എന്ന് പറഞ്ഞു. നോക്കണമേ, ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് എങ്ങനെയാണ്? ഇടയിലില്ലാത്ത ആടുകളെ പോലെ കണ്ട തൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് യേശുക്രിസ്തു മനസ്സലിയുകയാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് നല്ലൊരു കാര്യം പറഞ്ഞു തരുവാനോ നേരായ വഴി നടത്തുവാനോ ശരിയായ മാർഗത്തിൽ നമ്മളെ കൊണ്ടുപോകാനോ ആരുമില്ലാത്തൊരവസ്ഥ, ഏകനായ അവസ്ഥയിലൊക്കെ നമുക്കുണ്ടാകാറുണ്ട്. പക്ഷേ ഇന്നോട്ട് ഞാൻ പറയുകയാണ്, നല്ലൊരു കംഫർട്ടറായി, നല്ലൊരു ട്യൂട്ടറായി, നല്ലൊരു ലീഡറായി, നല്ലൊരു ഗൈഡായി യേശുക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടാകും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയിക്കോട്ടെ, യേശുവിനോട് പറയുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെ ബന്ധപ്പെടുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. വിഷമിക്കേണ്ട, യേശു നല്ലവനാണ്. കർത്താവിന് കഴിയാതിട്ട് ഒന്നുമില്ല. എൻ്റെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ദൈവം അത്ഭുത കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടതായിത്തീരും. ദൈവത്തിലേക്ക് പൂർണ്ണമായി നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക. ദൈവമേ, എൻ്റെ കാര്യങ്ങളെയും എൻ്റെ ആവശ്യങ്ങളെയൊക്കെ അങ്ങ് നോക്കണമേ എന്ന് നിങ്ങൾ ഉറപ്പോടെ വിശ്വാസത്തോടെ പറയുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവെ, നന്ദിയോടെ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ മനോഹരമായ നല്ല സമയത്തിനായി സ്തോത്രം. ഇത്ര നേരം എൻ്റെ വചനം പ്രിയ മക്കളോട് അറിയിക്കുവാൻ ദൈവം സഹായിച്ചവர்களுക്കായി സ്തോത്രം. ഹൃദയം തകർന്ന് വേദനയാൽ ആരും ഇല്ല എന്ന് ഏകനായിരിക്കുന്നവരുമായി കർത്താവിൻ്റെ സാന്നിധ്യം പകരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തിരുകൃപയും നിറയ്ക്കൽ കൃപകൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്.